ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ എന്താന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ ഡിവിയും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നമ്മൾ അപ്പാപ്പനെയും അമ്മൂമ്മേനെയും നമ്മൾ ഇന്ന് കൊന്ന് ഒരു പരിവലിൽ എത്തിച്ചിട്ട് നമ്മളിവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവാണ്. ബോത്ത് കേസിലൻഡ്രീന ഉണ്ടാ ഹൈ എന്നടാ ഇൻട്രാണ്ട മ്യൂസിക് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് കിടക്കാം. എന്തായാലും ലൈക്കും ഷെയറൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. 100 ആവാൻ കുറച്ചൊരു 5 സബ്സ്ക്രൈബേഴ്സും മതി. പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ആൻഡ് വി ക്യാൻ ഹിറ്റ് 100 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോൻ്റെ വ്യൂസൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വരികയാണ് ഗൈസ്. എന്താ ഗൈസ്, പിന്നെ വീഡിയോസിന് അങ്ങോട്ട് റീച്ച് അങ്ങോട്ട് കൂടട്ടെ. ഡൈവാണ് ഇയാൾ ജനിച്ചിട്ട് തന്നെ 10-20 വർഷം ഉണ്ടാവും. അതേതാനാടാ വേറെ ലോക്ക് തുറന്നു കഴിഞ്ഞു. ഇതൊക്കെ പൊണ്ണുമ്പുളിക്ക് ഉപ്പാപ്പേനൊക്കെ തുറന്നിട്ടൂടെ, വെറുതെ മനുഷ്യനെ മണക്കെടുത്താൻ വേണ്ടിയിട്ട്. ഇവരൊന്നും തുറന്നിട്ടില്ലേ? അവിടെ ഉപ്പാപ്പ മൂന്നാണ് കുറെ പൂള്. അയ്യോ അമ്മൂമ്മ, ഉപ്പാപ്പേൻ്റെ കുട്ടികൾ വന്നിട്ടാ ഓടിക്കോ. ഉപ്പാപ്പേൻ്റെ കുട്ടികൾ അറിഞ്ഞപ്പോൾ ഞാൻ ബാറ്റ് വെച്ചിട്ട് കൊല്ലും. ഉപ്പാപ്പേൻ്റെ കുട്ടികൾ വന്നു. കെട്ടിയാൻ പുറത്തുണ്ട്. കെട്ടിയാനും എന്നെ കൊല്ലാൻ നോക്കുക. അങ്ങനെ എന്നെ കൊല്ലാൻ പറ്റത്തില്ല. ഐ ആം അൺകില്ലബിൾ ബ്രോ. ഓൾറെഡി തള്ളച്ചിനി നീയൊക്കെ പാവം ഒരാളെ കൊന്നിട്ടതാ. ഇതിനൊക്കെയുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. അത് എലിക്കണി വെച്ച് പോവേ പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും നമ്മൾ വിടുങ്ങൂല. നിങ്ങളുടെ വരത്തെ മണ്ടൊക്കെ എണിയാളൊന്നും നോക്കൂല. പിന്നെ പ്രാന്തല്ലേ. ഇതെന്താ? അയ്യോ ഉപ്പ ഉണ്ടാ മാത്രം. ജസ്റ്റ് മിസ് കേട്ടോ, ജസ്റ്റ് മിസ്. ഉപ്പാപ്പ പോയിണ്ടാവോ? നമുക്ക് നോക്കാം. ആ തേങ്ങ എന്തായാലും മറ്റേ സ്വിച്ചില്ലേ, തേങ്ങേൻ്റെ ഉള്ളിൽ ഇനി എന്ത് തേങ്ങയാണ് ഉണ്ടാവുക? അയ്യോ ഈ ഉപ്പാപ്പേനെ കൊണ്ട് ഉപ്പാപ്പയ്ക്ക് ചെവി ഉണ്ടെന്ന് ഇല്ലാന്ന്. എല്ലായിടത്തും ചെവി ഉണ്ടല്ലോ. 2 എണ്ണത്തിനും ഉണ്ടാവും നല്ല അസല് ചെവി. പോ തേങ്ങ, നീ തേങ്ങേൻ്റെ ഉള്ളിൽ എന്ത് തേങ്ങയാണെന്നുള്ളത് ഒരു തേങ്ങ ഉണ്ടോ?
ഉപ്പാപ്പനെങ്ങാനും കണ്ട പിന്നെ ഉപ്പാപ്പണ്ടല്ലോ ഇവിടെയൊക്കെയാണ് ഇതിനുള്ളിൽ കുഴപ്പമില്ല. വെപ്പണം ഉണ്ട കോയിനുണ്ട് കോയിന്. അയ്യോ ഉപ്പാപ്പനെ കണ്ടില്ല. ഉപ്പാപ്പൻ പൊട്ടൻ. അയ്യേ ഉപ്പാപ്പൻ എന്ത് കണ്ടതാണ്? ഇത്രയും മണ്ടനാണ് ഉപ്പാപ്പൻ. ഉപ്പാപ്പൻ പൊട്ടൻ. ഓ ഗ്രാനീൻ്റെ ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യൂല. വീട് വഴി ഏതാണെങ്കിലും ഫ്ലഷ് ചെയ്യാണ്ട്. അയ്യോ എന്നെ പേടിപ്പിച്ചോളൂ തള്ളച്ചിങ്ങള്. പറ്റൂല. ഞാൻ എന്തറിയോ ലിഫ്റ്റ് കറങ്ങി പോകാത്ത അവിടെ മറ്റേ സാധനല്ലേ അത് വരുമ്പോൾ 1 മണിക്കൂർ എടുക്കും. അപ്പോഴേക്കും ഗ്രാനി ചന്തിക്കിട്ടു. അതുകൊണ്ട് ഞാൻ തൂക്കി ഞാൻ ഈ ബെഞ്ചിൻ്റെ അടിയിൽ കയറിയിരുന്നു. എന്താണ് കയറിയിരിക്കാൻ പറ്റും? നിന്റെ സൗണ്ട് കേട്ട് വരുമോ? ഈ തള്ളച്ചി എന്താണ് ഇപ്പോഴും? തള്ളച്ചി നമ്മളുള്ളടത്ത് മാത്രമേ വരുള്ളൂ. ഇതല്ല ഇതുണ്ട് വല്ല റൂൾസ് ഉണ്ട്. നമ്മളുള്ളടത്ത് മാത്രമേ ഉണ്ടാവും. പറഞ്ഞില്ലേ നമ്മളുള്ളടത്ത്. അവിടെ എന്താ ഇങ്ങോട്ട് കയറി വന്നേ? അല്ലേ പറഞ്ഞില്ലേ നമ്മളുള്ളടത്തേക്ക് മാത്രം. ഇതൊന്നും കിട്ടട്ടെ. ഉപ്പാപ്പ വന്നാണ്ടല്ലോ ഓടി. ഉപ്പാപ്പ ഉറങ്ങി. ആദ്യമുണ്ടല്ലോ ടാറ്റ ബൈ ബൈ ഉപ്പാപ്പ. ഈ 2 എണ്ണത്തിനും ഞാൻ ഒന്ന് വെച്ചുള്ളതാ. അറിയാലോ ഞാൻ എന്താ പറഞ്ഞേ? വെപ്പം കിട്ടട്ടെ പറഞ്ഞില്ലേ? ഓരോ സ്ഥലത്ത് ഇതെന്താണ്? എലീനെ പൂട്ടാനുള്ള കണ്ണിയല്ലേ? സേഫ്റ്റി സേഫാക്കാനുള്ളത് ഉണ്ട. എന്നിട്ട് സേഫ്റ്റിൻ്റെ ഉള്ളിലാണ് ഇരുന്നത്. എല്ലാം കൂടി ഇന്നെ പ്രാന്ത് കിട്ടിയിട്ടുണ്ട്. എന്താ വെപ്പൺ ചെയ്തോ? വെപ്പൺക്ക് ഞാൻ ഏതെൻ്റെ മൂട്ടിന്ന് കണ്ടുപിടിക്കാനാ? ഒന്നുമില്ല. ഞാൻ തപ്പി നോക്കിയില്ല. കാക്കേനെ കൊല്ലാം. 1 bullet for കക്കച്ചി. ആ 2 എണ്ണത്തിന് കൊടുക്കണം. ബൈ ബൈ കാക്കച്ചി. ഓ ട്രെയിൻക്ക് എന്താ നോക്കല്ലേ?
എസ്കേപ്പ് ആവാനായോ? എസ്കേപ്പ് ആവാനായിട്ടില്ല. നോക്കട്ടെ. എസ്കേപ്പ് ആവാൻ ഒരു സാധനം വേണ്ടേ? മറ്റേ പെഡലി. അത് വേണം. പെഡലി ഇവിടുന്നല്ലേ മറ്റേ ഹാൻഡിൽ എന്താ ഈ സാധനം. ഇലക്ട്രിക്കൽ സ്വിച്ച്. പിന്നെ താഴത്ത് മറ്റേ കോയിനുണ്ട്. അല്ല ഞാനിവിടെ ഗൺ ഡ്രോപ്പ് ചെയ്തേ. റൂമിലുണ്ട്. തുറന്നത് ചീണ്ടുള്ള പ്ലാങ്ക് ഉണ്ട്. മറ്റൊരു കാര്യം ചിലപ്പോൾ കെട്ടിയാനും വരും. ഉമ്മാമ ഒന്നും ഉപ്പാപ്പുണ്ടോ? ഉപ്പാപ്പന്താ ഭാര്യൻ്റെ കുഞ്ഞ്? ഉപ്പാപ്പന്താ പെങ്കോന്തനോ? എപ്പോഴും പെണ്ണുങ്ങളുടെ മുന്നേ ഒപ്പം നടന്നു. പെണ്ണ് പിടുത്തക്കാരൻ റാണീൻ്റെ ഒപ്പം എപ്പോഴും നടന്നു. ഓടി തള്ളച്ചേ എന്നോട് പരവച്ചേ. കണ്ട എന്താടി തള്ളച്ച് കാത്തിരിക്കുന്നു? ഇത് കാത്തിരിക്കുന്നു കൊല്ലാൻ. അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിന്റെ സ്പീഡാണല്ലോ. PT ഉഷേന്റെ സ്പീഡാണല്ലോ. ഞാൻ അങ്ങോട്ടേലും ഒളിച്ചിരിക്കുമ്പോൾ പോയോന്ന് നോക്കാൻ വരുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കൊല്ലാൻ. ഹാർട്ട് അറ്റാക്ക് വരുത്തി ഇന്നെ ഇപ്പൊ കൊണ്ടിരുന്നേനെ. എല്ലോന്ന് എൻ്റെ ഒരു കല്ലുള്ളൂ.
ആനേൻ്റെ ഒപ്പം തൂങ്ങുന്ന ആളെവിടെ? ഉമ്മാമേൻ്റെ കെട്ടിയാൻ. ഉമ്മ കെട്ടിയാനേ, ഉമ്മാമേൻ്റെ കെട്ടിയാനേ, മോനെ കെട്ടിയാനേ ഇറങ്ങി വാടാ. ധൈര്യം നീ പുറത്തു വാടാ. അയ്യേ മോനൂസിന് പേടി. കണ്ണില്ലപ്പോഴേ വരാൻ പറ്റൂത്രേ. ഉമ്മാമ ചത്ത് കണ്ടിട്ട് എന്താണ് ചാവാത്തെ? ഞാൻ സാധനം എടുക്കണം. ലോങ് ഷോട്ട് കൊടുക്കാച്ചിട്ടാ. തലകാർക്കെപ്പോഴും പോയില്ലേ? ആരോടെ അടുത്താ കളിക്കണേ? നിനക്ക് ആരുടെ അടുത്താ കളിക്കണേ? നിനക്കല്ലേ ബോധം ഉണ്ടാ? പറടാ, അല്ല ബോധം ഉണ്ടാ നിനക്ക്? ആരുടെ അടുത്താ കളിക്കണേ നിനക്കറിയാ? പറടാ. കക്കൂസ് കക്കൂസുണ്ട്. ഒരു ഗിറ്റാറ് തൊടാ. പാട്ട് പഠിക്കുകയാണ് വീട്ടിൽ. മഞ്ചേരി പോയിക്കോ. ഒരു നല്ല പാട്ട് പഠിക്കാനുള്ള സ്ഥലമുണ്ട്. അത് കാണിച്ചു തരാം. വാ എൻ്റെ ഒപ്പം വാ. എന്തിനാ വീട്ടിലിരുന്നത് പാട്ട് പഠിക്കുന്നത്? പാട്ട് പഠിക്കാനറിയാത്തോ എന്തിനും ഒറ്റയ്ക്ക് പഠിച്ച് കഷ്ടപ്പെടുന്നേ? തന്നെ വെളുത്തിയ ഈസി അല്ലേ? തീരെ അറിയാത്ത ആളെങ്ങനെ ഒറ്റയ്ക്കിരുന്ന് താനങ്ങോട്ട് പഠിക്കാൻ പോണേ? അറിയന്നല്ല ആൾക്ക്. ഈസിയൊന്നും പറയും, പിന്നെ ഉമ്മാമേൻ്റെ ഒപ്പം ഇങ്ങനെ പോകും. താഴ്ത്തിനെടുത്തിട്ട് വന്നിട്ട് പറയുന്നില്ല. ഭ്രാന്ത് പിടിക്കല്ലേ? മാച്ച് ബോക്സ് എവിടെ? സൈക്കിളല്ല, ഇതെവിടെ? കണക്കൊക്കെ ഉണ്ടേന്ന് വാങ്ങിച്ചിട്ട് ഒക്കെ പോകും. പൊട്ടന്മാര് രണ്ടാള് കൂടിയിട്ട് പോലും എന്നെ പിടിക്കാം. ഇത് പൊട്ടന്മാരാടാ. അതൊക്കെ എന്താണ് കണ്ണില്ലേ? നിങ്ങളുടെ മുന്നിൽ കൂടെയല്ലേ ഇപ്പൊ ഓടിപ്പോയത്? ഈ കണ്ണു പൊട്ടത്തി. ഉമ്മമ്മക്ക് കണ്ണുണ്ടായിട്ട് തന്നെ ഞാൻ എവിടെയാന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഉമ്മാമേൻ്റെ മുന്നിൽ കൂടെയല്ലേ.
നമുക്ക് എസ്കേപ്പ് ആവാൻ വെച്ചിരുന്ന ഇതൊക്കെയാണ്. ആരെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും ഇങ്ങനത്തെ പൊട്ട സ്ഥലത്തൊക്കെ ഗണ്ണതെ എനിക്ക് ഞാൻ ഉണ്ടല്ലോ ഒരു സാധനം ഒരു സർപ്രൈസ് വെച്ചിട്ട് തെറ്റേ ഒരു ഉഗ്രം ഈ വർഷത്തെ ഒരു സർപ്രൈസ് എത്തേ തരം വിട്ടുപോയതാ. രണ്ടാൾ കൊണ്ട് പഠിക്കണ്ട, ആൾക്കുള്ളൊന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, രണ്ടാൾക്കും ഈ വർഷത്തെ ഈ വർഷത്തെ ഗിഫ്റ്റാണ്. വേറെ ഒന്നും പേടിക്കണ്ട, ഈ വർഷത്തെ ഗിഫ്റ്റാണ് കേട്ടോ കേട്ടോ. എല്ലാം തടി തടി തോടി തോടി വന്നേക്കുക. അവളുടെ അവളുടെ കെട്ടിയാനുണ്ട്, കെട്ടിയാൻ്റെ പിന്നെ മറ്റേ ഗേൾ ഫ്രണ്ടും ഉണ്ട്. വയസ്സാം കാലത്ത് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ല, വയസ്സാം കാലത്ത് അല്ല രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആൾക്കാരാ. പണിയെടുത്ത് ജീവിക്കാൻ നോക്കാം അമ്മൂമ്മേ. അതെ ആൾക്കാരനെ പറഞ്ഞു ഉമ്മാമ ഒരു സാധനം കൂടി കിട്ടിയാൽ മതി. വീഡിയോ കുറച്ച് ലോങ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്, അതിന് കുറച്ച് ക്ഷമിക്കണം. നമ്മളിന്ന് ഗ്രാനിനും സുഖത്തേക്ക് വിടുമെന്ന് പറഞ്ഞിരുന്നു, കുറേ സുഖത്തേക്ക് കിട്ടും. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? കൊണ്ട് ചിന്തിക്കുക. പുനർജനം കുറേ ഉണ്ട്. പുനർജന്മം കുറേ കാലം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പോകുന്നു. എന്നിട്ട് 2 മിനിറ്റ് ഇതാ കാണിക്കുക. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു 10-15 സെക്കൻഡ് പക്ഷെ അതിൽ കാണിക്കുന്നത് 2 മിനിറ്റ്സ് ആൻഡ് 30 സെക്കൻഡ്. 2.5 മിനിറ്റിൻ്റെ സംഭവമാണ് 15 മിനിറ്റ് കൊണ്ട് തീർന്നു. എന്ത് പറ്റിക്കുന്നേ നോക്കണ്ടേ പറ്റാണ്. ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആയിരിക്കുന്നു, നമ്മൾ എസ്കേപ്പായി ഇരിക്കുന്നു. ലാസ്റ്റായിട്ടേ പോകുമ്പോണ്ടല്ലോ ഒരു പോളെ പണിയില്ല എനിക്കൊന്നും സങ്കടത്തിന് പറയുന്നില്ല. പിന്നെ എന്തായാലും ഞാനൊരു സർപ്രൈസ് ഒരു സമ്മാനം തരും, പേടിക്കണ്ട. സമ്മാനം ഉണ്ട്. പവർ ഓണൊക്കെയുള്ള സാധനം ഉണ്ടായി. അങ്ങനത്തെ ഒരു സാധനം 2 വർഷമായിട്ട് കളിച്ചിട്ടില്ലല്ലോ. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. ഒരു കീയാവും പറയും.
എന്തായാലും പോകുമ്പോൾ കല്ല് വറക്കിയിട്ട് തരുന്നുണ്ട്. ഇതുണ്ട് എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചത്, എടീ തനിക്കിതെന്താ? തനിക്ക് പ്രാന്താ? എന്ത് വലിയ കണ്ണാടോ? എയറോപ്ലെയിനിൽ പോണേ, നീ മൂന്നിലിരിക്കണേ, ഇന്നെ ഇവിടുന്ന് കാണാൻ പറ്റുമോ നമുക്കൊക്കെ? കേട്ടോ ഞാൻ എല്ലാത്തിനും പ്രാന്ത് പിടിക്കല്ലേ? പിന്നെ എന്താ എന്തിനെപ്പോഴും എൻ്റെ പിന്നാലെ അടുക്കണേ? ഞാൻ എൻ്റെ കെട്ടിയോനൊന്നുമല്ല, ഈ എൻ്റെ കെട്ടിയോൻ്റെ പിന്നല്ല, എൻ്റെ ഒപ്പല്ല. എവിടെ പോയാലും എന്നെ കൊല്ലാണ്ടാവും. ഇതെന്താടാ, ഞാൻ എന്താ പ്രേതോ എന്നെ തളയ്ക്കാൻ വരുന്ന മാതിരി? പോയിക്കുന്നുണ്ടല്ലോ. ഒരു പാവം നിരപരാധീനെ കൊന്നിട്ടിട്ട് അസ്ഥി കൂടായ കണ്ടില്ലേ? നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. ട്രെയിന് പവറാ. അതന്നെയല്ലേ നമ്മൾ ചെയ്തേ. എന്താ ചെയ്യാ? ഇത് അടയ്ക്കാനാണ് നീ പറയുന്നത്? പവർ കിട്ടാനല്ലേ നമ്മൾ ഇതാക്കിട്ടേ സാധനം. ഇത് പവറാ നീ പറയുന്നേ? ഇപ്പൊ മനസ്സിലാവില്ല, എനിക്ക് ഓർമ്മയില്ല തലയിൽ കഴിച്ചിട്ട്. എന്തേലും ഓണക്കുണ്ടോ? എന്ത് സാധനങ്ങള്? ഇത്ര സാധനമല്ലേ ഉണ്ട്? അല്ലേ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് വരെ അപ്പോൾ ഗായ്സ് കാര്യം പിടികിട്ടിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ, എനിക്ക് ഒന്നും എല്ലാം ചെയ്തിട്ടില്ല. അങ്ങനെയല്ല, എല്ലാം ചെയ്യട്ടെ, ഞാൻ എല്ലാം ചെയ്തിട്ടില്ല. സംതിങ് ഈസ് ആ സാധനമാണ് ഇപ്പം എടാ, എല്ലാം പോയടാ. ശേ, അപ്പോൾ ആടെ വിടും. കാരണം എന്താണെന്നറിയോ? എന്തോ ചെയ്തു, ഞാൻ അറിയൂല. ഒന്നും കൂടി ഒരു മിനിറ്റ് ഗായ്സ്, ഇപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഈ സാധനം നമ്മളിവിടെ വെച്ചിട്ട് പോകുന്നു, എന്നിട്ട് ഇവിടെ ഓൾറെഡി ഉള്ള സാധനമാണ് പിടിച്ച് തിരിച്ചത്. ഞാനൊരു പൊട്ടൻ. എന്താടാ അത് കാട്ടിയത്? ഇനി ആ 2 എണ്ണത്തിന് ഒന്ന് കൊടുക്കണം. ഞാണ്ടല്ലോ അറിയാതൊരു കാര്യം ചെയ്യാൻ പോയപ്പോൾ താനും ഒന്ന് അടിച്ചോളെ. അപ്പോൾ ഡേ 2 ആയി. ഒന്ന് എസ്കേപ്പ് ആണ്ടത് ഇക്കൂടെ പോയപ്പോൾ. എന്താടി എനിക്ക് മാത്രം എപ്പോഴും ഉണ്ടാവണേ? ഡേ 3 എന്താടാ ഡേ 1 പവർ
എടുത്ത് എന്നിട്ട് വേറെ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ എല്ലാവരും കൂടി എന്നെ എന്താ കളിയാക്കുകയാണോ? I am you are making me a fool. Niva. ധൈര്യമില്ലേ ഇപ്പോൾ വരാൻ? ഇങ്ങോട്ട് വരുന്ന വിളിച്ചിരുന്നുണ്ടല്ലോ. രണ്ടാൾക്കും അപ്പം എനിക്കൊന്ന് കൊടുക്കണം. തത്ത ഇവിടുന്ന് എടുക്കാനാണ് കൂടെ നീ കഴിഞ്ഞു ക്രൊക്കോഡൈൽ പിടിക്കും. ഞാനേ മണ്ടനല്ല. അവിടുന്ന് തന്നെ എന്നെ കൊല്ലാം നിങ്ങളുടെ ആഗ്രഹമല്ലേ? വാ എൻ്റെ പ്രതികാരമാണ്. അവിടെ വാ രണ്ടെണ്ണം വാ. അയ്യേ പൊട്ടെ ഉന്നെ വെക്കാറിയൂ. അപ്പോൾ ബൈ ബൈ. എന്നാ ഞങ്ങൾ പോട്ടെ. ബൈ 3, 2, 1. Don't mess, okay? Did you hear that?